ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, നിങ്ങൾ കൃപയുടെ കീഴിലാണ്. കൃപയ്ക്ക് കീഴിൽ നമ്മളെ തന്നെ ഒന്ന് അടിയറ വെച്ച് കഴിയുമ്പോൾ, സമർപ്പിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹം വളരെ വിലപ്പെട്ടതാണ്, വിലയേറിയതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മുഴുവൻ കൃപയിലൂടെയാണ് ഇവിടെ നടന്നു പോരുന്നത്. കൃപയാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഈ കൃപ കൊണ്ട് നിറയാൻ ദൈവത്തിൻ്റെ തനി സത്തയായ ദൈവം തന്നെയായ, ദൈവത്തിൻ്റെ അരൂപിയായ ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയായ എങ്ങനെ ഈ കൃപയിൽ നമുക്കും നിറയാമെന്ന് ഒന്ന് ആഗ്രഹിക്കുകയും ധ്യാനിക്കുകയും പരിശ്രമിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ നമുക്ക് ഈ സമയത്തെ ഒന്ന് പ്രയോജനപ്പെടുത്താം. കൃപയുടെ നിറവിനെപ്പറ്റി നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായി ധ്യാനിക്കുന്നത് തന്നെ വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വചനത്തിലാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവകൃപ, സ്വർഗം നിറച്ച കൃപ. സ്വർഗം ഈ കൃപയുടെ നിറവ്, അമ്മയിലുള്ള കൃപയുടെ നിറവ് കണ്ടു. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പം ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ കൃപ വേണം. കൃപയുള്ള മക്കളുണ്ടെങ്കിലേ, കൃപ നമ്മളിലുണ്ടെങ്കിലേ ദൈവത്തിന് സ്വർഗരാജ്യത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാൻ, പോരാടാൻ, സഹിക്കാൻ, ത്യാഗം ചെയ്യാൻ, സത്പ്രവൃത്തി ചെയ്യാനൊക്കെയും ഈ കൃപ, ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന കൃപയെ ജ്വലിപ്പിക്കണം. അത് നമുക്ക് കുറേ കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വചനത്തിൽ അത് പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു പരിശ്രമം ഇതിന് പിന്നിലുണ്ട്, നമ്മുടെ ഒരു അധ്വാനം ഇതിന് പിന്നിലുണ്ട്, നമ്മുടെ ഒരു അന്വേഷണം ഇതിന് പിന്നിലുണ്ട് എന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:30 വചനം പറയുന്നുണ്ട്. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ കണ്ടെത്തണേ നമ്മുടെ ഒരു പരിശ്രമവും അന്വേഷണവും ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു പരിശ്രമം നടത്തിയാൽ, കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ, കൃപയോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ, പിന്നെ ദൈവത്തിൻ്റെ തനി സത്തയാണ്, ദൈവം തന്നെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മളുടെ കരങ്ങളിലൂടെ ദൈവ സാന്നിധ്യമാണ് കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം പറയുന്നത്, അവൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചു. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഈ ദൈവകൃപ നമുക്കും സ്വീകരിക്കാൻ അവകാശമുണ്ട്. അത് നമുക്കൂടെ അവകാശപ്പെട്ടതാണ്. അത് നമുക്കും, പക്ഷേ നമ്മളുടെ ഒരു അന്വേഷണവും പരിശ്രമവും സമർപ്പണവും ഇതിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു അന്വേഷണവും സമർപ്പണവും പരിശ്രമവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അത് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വചനം പറയുന്ന, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം, ദൈവം നമുക്ക് മേൽ കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ലഭിക്കുമെന്ന വിശ്വാസം, ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടു, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 30-ാം വചനം നമ്മൾ കണ്ടു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അവൾ ഇല്ല എങ്കിൽ, എനിക്ക് ഈ കൃപയ്ക്ക് വേണ്ടി ഒരു അന്വേഷണവും പരിശ്രമവും എനിക്ക് നടക്കുന്നില്ലെങ്കിൽ, ഈ കൃപ എന്നിൽ ഫലം ചൂടാൻ തക്ക വിധത്തിൽ ഞാൻ ഒരു പ്രവർത്തനം, ഒരു സമർപ്പണം എൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ, എനിക്ക് ഭയത്തിൻ്റെ അരൂപി എന്നെ വലയം ചെയ്തേക്കാൻ ഇടയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞോളാം. 1 തിമോത്തി 1-ാം അധ്യായം 14-ാം വചനം പറയുന്നത്, കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി എന്നിലേക്ക് കവിഞ്ഞൊഴുകിയെന്ന്. അപ്പോൾ കർത്താവിൻ്റെ കൃപ കവിഞ്ഞൊഴുകണമെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹവുമാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കണം, അവൻ്റെ വാഗ്ദാന വചനങ്ങളിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം, അവൻ്റെ വാഗ്ദാന വചനങ്ങളിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഈ കൃപയുടെ ഒരു സമൃദ്ധി എൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. അതുപോലെ ഒരു അഭിഷേകമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കും ഈ വചനത്തെ ഒന്ന് ഹൃദയം കൊണ്ട് ഒന്ന് പേറാൻ കഴിയണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായം 14-ാം വചനം പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് കൃപ ലഭിക്കും. അതായത് പ്രഭാതം മുതൽ, ഒരു ദിവസം ആരംഭിക്കുന്നത് മുതൽ ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണവും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, ദൈവത്തെപ്പറ്റി പറഞ്ഞാൽ,
ദൈവത്തിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ ധ്യാനിച്ചാൽ, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അധ്വാനിക്കാൻ തുടങ്ങിയാൽ, വചനം പറയുന്നത് കൃപ ലഭിക്കുമെന്ന്. അങ്ങനെ കൃപ ലഭിക്കാൻ എനിക്കും ഒരു പരിശ്രമം ഉണ്ടാകണം. ആ പരിശ്രമം ദൈവം തീർച്ചയായും ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെയും ജീവിതം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ദൈവകൃപയുടെ ഒരു നിറവായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനം നമ്മളിൽ മാംസം ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.